നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അപ്പോ ഐശ്വര്യമായിട്ട് തുടങ്ങാം. കാര്യക്കാരെ വിളിച്ചോണ്ട് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടാ, പ്രചോദ് ചേട്ടാ, നസീർക്ക. വെൽക്കം. താങ്ക് യു. തുടങ്ങാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ടീം എസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. പക്ഷേ എസിന്റെ പേരുകളിൽ ചെറിയൊരു മാറ്റമുണ്ട്. ശെൽവരാജ് ഉണ്ട്, ശ്യാം ഉണ്ട്, കൂടെ സൂര്യശ്രീ. ഉണ്ടല്ലോ. ഇത് ഐറ്റം വേറെ. ഹലോ, പറഞ്ഞോളൂ. അതെ, കടവനിട്ട രാധയുടെ മാനേജറാണ് രാജു. 8-ാം തീയതി പരിപാടിയോ? അയ്യോ, 8-ാം തീയതി കച്ചേരി തരാൻ പറ്റില്ല. നമുക്ക് പരിപാടി ഉണ്ടെന്ന്. ഇന്ന് തന്നെ ഇവിടുത്തെ പരിപാടിയുടെ സ്പോൺസർ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നതേ. ഓ, പഴയ കാതികനൊക്കെ തന്നെയായിരുന്നു ഞാൻ. അതിനിപ്പോ ഞാൻ വേണം എന്റെ കഥാപ്രസംഗം 8-ാം തീയതി അവിടെ നടത്താനോ? എടാ, ഞാൻ ഉയരും കൊണ്ട് നടക്കുന്നതിനൊക്കെ ഒട്ടും പറ്റുന്നില്ല. സ്വാമിനാഥ പരിപാട്ട സുമാ. ടാറ്റാ സുമേ, നിന്റെ ഈ ടാറ്റാ സുമ കാരണമാണ് പല പരിപാടിയും പോണത്. ചേട്ടാ, നമുക്കേ അടുത്ത ആഴ്ച ബാലരാമപുരത്തല്ലേ ചേട്ടാ നമ്മുടെ പരിപാടി? അതെ, ബാലരാമപുരം. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തല്ലേ നമുക്ക് ഫ്ലെക്സ് വെക്കാനുള്ളേ? ഇതിപ്പോ ആറ്റിങ്ങ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ ഫ്ലെക്സ് വെച്ചേക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, അത് ഫ്ലെക്സ് അല്ല, ലുക്കൗട്ട് നോട്ടീസ്. നിന്നെ എവിടെ വെച്ച് കണ്ടാലും പോലീസ് പിടിച്ച് കൊടുക്കായി. എന്തിനു? നിന്റെ ടാറ്റാ സുമയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ പരിപാടി കാണാൻ പറയുന്ന പയ്യന്മാർ മുമ്പ് നീ എന്തിനാ എന്റെ നമ്പർ കൊടുക്കുന്നു? ചേട്ടാ, പരിപാടി പിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നത്. അയ്യോ, പരിപാടി പിടിക്കാനല്ല. ഒരുത്തൻ 12:30 എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നേ, കുട്ടാ നീ ഉറങ്ങികൂടാ? ചക്കര, നീ എന്ത് ഡ്രസ്സാ ഇട്ടേക്കുന്നത്? ഒരുത്തൻ വീഡിയോ കോളിൽ വിളിച്ചിട്ടേ 10 ഉമ്മ. എന്തുവായാലും എന്റെ പരിപാടി അടിപൊളിയാണല്ലോ. നിന്റെ പരിപാടിയാ. എന്റെ കടം വായന ഉള്ളതുകൊണ്ട് നിന്റെ പാട്ട് കയറി ഇങ്ങ് പോണ്. മധുവേ, നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെയാണ്, ശരിയാണ്, എല്ലാരും മദ്യപിക്കും. പക്ഷേ മനുവിന് മദ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 പെഗ്ഗിലധികം അവന് കൊടുക്കാൻ നിൽക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, അവൻ വിഗ്രഹം എടുത്ത് അവന്റെ വീടിന്റെ അടുക്കളയെ കൊണ്ട് വെക്കും. പിന്നെ നമ്മൾ എല്ലാരും കൂടി അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അറിയാലോ, അവന്റെ അച്ഛന്റെ കയ്യിൽ അർച്ചനയ്ക്കെങ്ങാനും കൊടുത്താനുള്ള പരിപാടി. അവന്റെ അച്ഛൻ ആ പൈസയും കൊണ്ട് എവിടെയെങ്കിലും പോവും. അപ്പൊ വിവരയിൽ തന്നെ ഓടിയെത്തും. കേട്ടാ, ഞാൻ വിളിക്കാം നിന്നെ. സാറേ, നമസ്കാരമുണ്ടേ. നമസ്കാരമുണ്ട്. ഞാനാണ് ഈ കടം വായിക്കുന്നതേ. കടം വാങ്ങിക്കൊന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കൃത്യസമയത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. കാരണം എന്താണെന്നറിയാം, ഇല്ലെങ്കിൽ കടം തരുന്നവൻ ബുദ്ധിമുട്ടിലാവും. മാത്രമല്ല, ചിറുക്കിട്ട് കുത്തുകയും ചെയ്യും. എന്റെ പൊന്നു സാറേ, അതല്ല, പിന്നെ ഞാനാണ് രാജു രാധേ. എന്റെ പൊന്നേ, ഞാനിത് അമർ ചിത്ര കഥയിലേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾ വളർന്നത് ഇത്. മറ്റേ കക്ഷി എങ്ങനെയുണ്ട്? കുപ്പി കെട്ടുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, മറ്റേ ഒരു പന്തള്ള ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് നടക്കുന്ന, ഒരു മുള്ളം പന്തൊക്കെ കൊണ്ട് കിടക്കുന്ന, പെറോട്ടയുടെ മാവ് പിടിച്ച് ഇങ്ങനെ വിട്ട വി കണക്ക് വരുന്ന ശരീരമുള്ള ഒരു കക്ഷി. അതല്ലെന്ന് സാർ, ഞങ്ങൾ പ്രശസ്ത ഗായകരോ? കടമ്പനാട്ട് രാജുവും രാധേ. എന്റെ പൊന്നേ, ഞാൻ നിങ്ങളുടെ വലിയ ഒരു ആരാധകനാണ്. എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചത് നിങ്ങള്? വളരെ സന്തോഷം കേട്ടോ. സാർ, ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? അമ്മാവനുണ്ട്, പാട്ടിന് പോയേക്കുവാ. അപ്പൊ നമ്മളെ പോലെ തന്നെ കലാകാരനല്ലയോ? അല്ലെന്ന്, ഫാഷൻ ടി വി കണ്ടോണ്ടിരുന്നു. എന്നിട്ട് ഭയങ്കര കൊതിയാണ് ഫാഷൻ ടി വി കാണുമ്പം. ഞാൻ കലത്തിന് എറിഞ്ഞു കൊടുത്ത് അന്ന് പാട്ടിനിറങ്ങി പോയതാണ്, ഇതുവരെ വന്നില്ല. പിന്നെ രാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും, ഒരു പട്ടി, 4 കോഴിയുണ്ട്. ഈ വിദ്യാഭ്യാസമൊക്കെ? ഓ, ഡിഗ്രി കഴിഞ്ഞ് നല്ലോണം പഠിക്കുന്ന പെണ്ണായിരുന്നു കേട്ടാ. പക്ഷെ സാമ്പത്തികം പ്രശ്നമായതുകൊണ്ട് പഠിത്തം അങ്ങനെ നിന്നു. കല്യാണം നോക്കുന്നുണ്ട്. 23 വയസ്സ് കഴിഞ്ഞ ജാതകത്തിന് ഭയങ്കര കയറ്റമെന്നാ പറഞ്ഞ. ഈ രാധയ്ക്ക് കച്ചേരിക്കിടയിലേ ഈ കടമടിക്കുന്ന ആളില്ലെങ്കിൽ പറ്റൂ? കച്ചേരിക്ക് കടമില്ലാതെ പറ്റത്തില്ല സാറ്. പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഈ പച്ച തത്ത ഇവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, അങ്ങനെ പറയരുത്. എന്ത്? ഇവളെ ഫസ്റ്റ് പാട്ടിന് എന്റെ ഒരു കടമടിയുണ്ട്. ഏതാ ഫസ്റ്റ് പാട്ട്? ഏതാ? കമല നടത്തിനൊരു പാട്ടാണ്. ഏതാ? സുഹുമോത്തമ സുസുക്കി 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 അല്ല, ഹീറോ ഹോണ്ട ബൈക്കിന്റെ ഒറ്റക്കണ്ണം ബൈക്ക്. അല്ല, ബാക്കിയുണ്ട്. വേറെ സൂര്യചന്ദ്രന്മാർക്ക് പപ്പടമില്ല. പപ്പടം ഇല്ലേ? പപ്പടം ആരെടുത്തോണ്ട് പോയി? പപ്പടം ആരെടുത്തോണ്ട് പോയടാ? അത് ഞായൻ്റെ കല്യാണമൊക്കെ തീരുമാനിച്ചു വെച്ചേക്കുവാണല്ലേ? ചെക്കൻ എങ്ങനാ? അയ്യോ, അത് അറിഞ്ഞൂടെ? ബാക്കിൽ കുറെ വാല്, ഇവിടെ കുറെ പൂവുണ്ട്. എന്നിട്ട് ഇങ്ങനെ 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 പോവും.
എന്തോ ചിക്കൻ എങ്ങനെയാന്ന് വെച്ച് ചെക്കൻ എങ്ങനെയാന്നാണോ ഞാൻ ചോദിച്ചത്? രാധ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ എങ്ങനെയാന്ന്? ചെക്കൻ വക്കത്ത പക്കത്തു നിന്നൊക്കെ മാറിയിരിക്കാൻ പറയണം കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ചരിഞ്ഞിഞ്ഞ് വന്നു കഴിഞ്ഞാൽ താഴെ വീണ ഞാൻ കല്യാണം കഴിക്കണ്ടേ രാധേ? അയ്യോ വക്കം പറയുന്നതേ അതൊരു സ്ഥലമാണ്. ആണാ? അവിടെ കായലൊക്കെ ഉണ്ട്. എന്നാ പോയി എടുത്ത് ചാടിക്കൂടെ അങ്ങോട്ട്. കായലൊക്കെ ഉണ്ടെന്നും. ചേട്ടന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞാണോ? അതൊരു വലിയ കഥയാണ്. ഞാനൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കേട്ടോ. രാധ കേൾക്കണം. ആദ്യ രാത്രി ഞാനും അവളുമായിട്ട് സംസാരിച്ച് കൊഞ്ചിരിക്കുന്ന സമയത്ത് എന്റെ മുറിയിലെ ഒരു ഫോട്ടോ കണ്ടോണ്ട് അവള് പറയുകയാണ്, മുത്തശ്ശൻ പട്ടാളത്തിലാണല്ലേ? ഞാൻ പറഞ്ഞു ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്, ഇനി മേലാൽ എന്റെ വീട്ടിൽ കാണരുതെന്ന് പറഞ്ഞു. വയലുവാരം സാരിയും പൊക്കി പിടിച്ച് അവൾ ഓടി. അതെ, അത് മോശമായി പോയി. പിന്നെ മുത്തച്ഛൻ പട്ടാളം എന്ന് പറഞ്ഞ എന്തിനാ ഇറക്കി വിട്ടാ പെണ്ണിനെ? പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കാണിച്ചു അവള് മുത്തച്ഛൻ പട്ടാളോ ആണെന്ന് ചോദിച്ചാ ഞാൻ വെച്ചോണ്ടിരിക്കണോ അവളാ? ഓടടി പറയും ഞാൻ. പിറ്റേ ദിവസം ഒരു വണ്ടി ആളാ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയത് അറിയോ? അടിക്കാനാ? അവൾ അച്ഛനെയും കൊണ്ട് വന്നേക്കുവാ. അച്ഛൻ ഇറങ്ങി വന്നിട്ട് പറയുള്ളൂ, മരുമോനെ മോക്കൊരു അബദ്ധം പറ്റിയതാണ്, ആളെ ഞാൻ പറഞ്ഞോ മതിയാന്നു. ഞാൻ പറഞ്ഞു മതി. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയുവാണേ, മേജർ രവി അല്ലേന്ന്. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടോ ഞാൻ? നല്ലതുപോലെ മൂളുന്നുണ്ടല്ലോ രാധേ. ഞാൻ അറിയാൻ വേണ്ടി പറയുക, നിങ്ങൾ രണ്ടുപേരും അറിയാൻ വേണ്ടി പറയുക. ഞാനും ഇടയ്ക്കിടയ്ക്ക് മുള്ളും. അയ്യോ ഡോക്ടറെ കാണിക്കണം കേട്ടോ. എന്താ ഈ ഇടയ്ക്കിടയ്ക്ക് മുള്ള സ്വഭാവേ? മുള്ളുന്ന സ്വഭാവം? ഓ, മൂളോന്നാണ് ഞാൻ പറഞ്ഞത്. കൊച്ചിലെ അമ്മ എന്നെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഓരോരോ രാഗങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ എല്ലാം ഞാൻ ഇങ്ങനെ ഹൃദ്യമാക്കി. മോഹനം പാടുവോ? മോഹനം പാടോന്ന് അറിഞ്ഞൂടാ. അവൻ ഈ കുളത്തിൽ കിടന്ന് നീന്തും, ഒറ്റ തോർത്തുകൊണ്ട് നീന്തുന്ന കണ്ടിട്ടുണ്ട്. അതല്ല രാഗം. അവൻ ഈ ഞരമ്പിന്റെ രോഗം ഉള്ളോണ്ടല്ലേ പെണ്ണുങ്ങളെ കടവിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നത്. അല്ല പന്തുവരാളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇവന് ഈ ഇടയ്ക്ക് വെച്ചൊരു ലോട്ടറി അടിച്ച് 5000 രൂപ. അത് കയ്യിലേക്ക് കിട്ടിയപ്പം ഷാപ്പിൽ പോയി കുടി, വലിയ മീൻ മേടിച്ച് തിന്നക്കം, പിന്നെ തെറിവിളി, അങ്ങനെയൊക്കെ ഉണ്ട്. സാറിത് ആരെ പറ്റി പറയുന്നത്? പന്തുവിളയെല്ലാം മുരളി അവരുടെ കാര്യമല്ലേ? നല്ല കുടുംബം തന്നെ കേട്ടോ, നല്ല കുടുംബം. എന്ത് കുടുംബത്തിന് എന്ത് കുഴപ്പം? നമ്മുടെ കുടുംബത്തിൽ എല്ലാരും കലാകാരന്മാരാ, അറിയോ? ആരൊക്കെ? അമ്മ വീണ, അച്ഛ ഉടുക്കു കൊട്ടും. അപ്പൊ അച്ഛൻ വീണ കഴിഞ്ഞാൽ അമ്മ കിത്താറ് വായിക്കും? അതല്ലെന്ന്, അമ്മ വീണ വായിക്കുമ്പോ അച്ഛൻ ഉടുക്കു കൊട്ടും. ഓ ഉടുക്കു കൊട്ടും. അങ്ങനത്തെ കുടുംബമാണ് നമ്മുടേത്. ഞാനും ഒരു വലിയ കലാകാരനായിരുന്നല്ലോ. ആണല്ലേ? ഞാൻ ഖാദികനായിരുന്നു. ഓ അത് ശരി. നമ്മള് വേറെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഇവിടെ പാട്ട് പാടുമ്പോ എന്റെ കഥ വരികൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓ അങ്ങനെ ഒരു സംഭവം, പുതിയൊരു വെറൈറ്റി സാധനം. അത് ശരിയാ. പാടിക്കൊടുത്താണ്. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് രാധേ കേട്ടോ. സാർ ഞാൻ പാടിക്കോട്ടെ സാറേ? പഠിക്കോളൂ, തീർച്ചയായിട്ടും. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു നേവാ പുന്നാരം പുന്നാരം. ഈ ചിങ്കാരം തുറന്ന് വലിയൊരു കായ, അതിന് ഭയങ്കര വിലയാണ്. ഇത് പറിക്കാൻ ഈ കൊച്ച് കൂട്ടുകാരെ വിളിക്കുകയാണ്, വാ വാവോ. ചുണ്ടത്തി മണിപ്പതക്കം താ അമ്മാനം സമ്മാനം. അതായത് ഈ കുറുപ്പിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ കുറുപ്പ് ഉറങ്ങും മാത്രം എടുക്കാവൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. കടം രാജു, ഓ ഒരു നിമിഷം ഒന്ന് വരാവൂ. രാധ കണ്ടിന്യൂ. കുന്നിക്കോളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിൽ അമ്മമുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ. അയ്യോ ചേട്ടൻ എന്താ മിണ്ടാത്തെ? ഇനി നാണോ മാനോ ഉണ്ടെങ്കിൽ അപ്പൊ ഒരക്ഷരമുണ്ട്. ഒരു കൊച്ചു പാടിക്കൊണ്ട് ഇന്നപ്പം അങ്ങനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഞാൻ നല്ലൊരു കാതികനാണ്, അറിയാമോ? പഴയ ഒരു കാതികനാണ്. ഞാനേ സ്റ്റേജിൽ അഭിനയിക്കുകയല്ല, ഞാൻ ജീവിക്കുകയാണ്. അവിടെ സ്റ്റേജിൽ നിന്ന് വിട്ടില്ലെങ്കിൽ എല്ലാരും അങ്ങനെ തന്നെ അവിടെ കിടന്ന് ജീവിക്കേണ്ടി വരും. അഭിനയിക്കുകയാണ് ജീവിതമല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താണ്? ഒന്ന് പറഞ്ഞുകൂടെ? ഈ ചേട്ടനെ പാട്ടിന്റെ മാത്രമല്ല, കഥാപ്രസംഗം മാത്രമല്ല, ഇല്ലാത്തപ്പോ വേറെ ഒരു ജോലിയുണ്ട്. എന്താണ് ജോലി? കോഴി ഫാമിൽ പോയി കോഴിയെ കൊല്ലും. മനുഷ്യരല്ലെങ്കിൽ കോഴി. എങ്ങനെ കഥ പറഞ്ഞു തന്നെയാണോ കൊല്ലുന്നേ? അതോ അല്ലാതെ കൊല്ലുവോ? എങ്ങനെയാ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി? നമ്മൾ ലഞ്ച് മാത്രമേ കഴിക്കൂ. എങ്ങനാ? രണ്ട് സൈഡിലെയും ആ കണക്കിരിക്കുന്ന പലക തട്ടിക്കളഞ്ഞിട്ട് കൊത്തിയിരിഞ്ഞാണോ കഴിക്കുന്നത്? എന്തോന്ന്? ബെഞ്ച് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞു. ബെഞ്ചല്ല, ലഞ്ച് മാത്രമേ കഴിക്കുള്ളൂ. ഓ അങ്ങനെയുണ്ടല്ലേ? ഒരു ലിസ്റ്റ് തന്നായിരുന്നല്ലോ. ലിസ്റ്റ് അല്ലേ, സ്റ്റേജ് ലിസ്റ്റ്.
അപ്പൊ അത് നമുക്ക് അതായത് നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു STD ബൂത്തിന്റെ ഒരു സ്റ്റേജിന്റെ പിറയിലായിട്ട് വേണമെന്നാണോ ഉദ്ദേശിച്ചത്? സ്റ്റേജിന്റെ പിറകിൽ വേണം. അതില്ല. അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു മരത്തിന്റെ പൊത്തങ്ങനെ മതിയാണ്. ഇല്ല, ഇത് രണ്ടുമില്ല. സ്റ്റേജ് ലിസ്റ്റിൽ ഇതൊന്നും ഇല്ലല്ലോ. അല്ല എന്നാ പരിപാടി നടക്കൂല. Cancel ആ സാറേ. പരിപാടി ക്യാൻസൽ. അയ്യോ, നിങ്ങൾ എന്റെ നാട്ടില് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ട് എവിടെ പോകും? ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ പരിപാടി എടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? നിങ്ങൾ സേഫ്റ്റിയാ? സാർ അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അടുത്ത ആഴ്ച ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന മനുഷ്യനായത്. സിനിമയുടെ ആളായിരുന്നു. ദൈവമേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പെട്ടെന്നുള്ള ഇതില് ഞാന് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞൊരാളാണ് ഞാൻ. ഞാന് ചെന്നൈയിൽ ആരാ പറഞ്ഞു സിനിമയിൽ ചെന്ന അഭിനയിക്കാന്ന് പറഞ്ഞ്. അവിടെ ചെന്നപ്പോ ഒരാൾ പറയുക എറണാകുളത്തേക്ക് സിനിമ ആയിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് എറണാകുളത്ത് വന്ന് ചാൻസ് ചോദിക്കാൻ ഒരാളടുത്തും ഇല്ല. ഇനി ഈ പറന്ന് കിടക്കുന്ന കാക്കയുടെ അടുത്തും കുഴിച്ചിട്ട പോസ്റ്റിന്റെ അടുത്തും മാത്രമേ ചാൻസ് ചോദിക്കാവുള്ളൂ. എല്ലായിടത്തും ചാൻസ് ചോദിച്ചു. സിനിമയിൽ ഞാൻ പഴയ മിമിക്രിയാ കേട്ടോ. ഒന്ന് കാണട്ടെ. അല്ല, നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലോ. കാരണം വേറൊന്നുമല്ല, നിങ്ങളൊരു പരിപാടി അവതരിപ്പിക്കുക എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ മിമിക്രി ചെയ്യുന്നത് ശരിയാണോ? നമുക്ക് ഈ വെടിക്കെട്ടൊക്കെ പണ്ട് നമ്മൾ ചെയ്തോണ്ട് അത് എപ്പോഴും വരണമെന്നില്ലല്ലോ. നമുക്ക് ഒരു അവസരം കിട്ടുമ്പോ നമ്മുടെ കലകൾ നമ്മൾ ചെയ്യണം കേട്ടോ. അല്ല എന്താ അവിടെ കാണിച്ചത് ഇപ്പൊ കേട്ടത്? എന്താ അവിടെ കേട്ടത്? വെറുതെ ഒരു മാലപ്പടക്കം പൊട്ടിത്തീരുന്നൊരു സാധനം അവസാനമായിട്ട് ഇട്ടതാ. അത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. എന്റെ സിനിമയ്ക്ക് ഈ മിമിക്രി ഒന്നും അല്ല വേണ്ടത്. പിന്നെന്താണ് സാർ? എന്റെ സിനിമയുടെ പ്രധാന 2 കഥാപാത്രങ്ങള് ഒരു കുരങ്ങച്ചനും ഒരു കുരങ്ങമ്മയും. അതെ, ഒരു നിമിഷം. ഈ കുരങ്ങച്ചന്റെ വേഷമൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും സംഭവം? അയ്യോ സാറേ, അത് ഈ പുറകിൽ വാലൊക്കെ വെച്ച് മുഖം ഉമ്മനൊക്കെ ആക്കി സാറിന് അത് വൃത്തികേടായിരിക്കും കേട്ടോ. അത് വേണ്ടല്ലേ? വേണ്ട സാറേ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രൊഡക്ഷനിലെ ഫുഡിലെ പയ്യന്മാരടുത്ത് ഒരു കരിക്ക് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് പറയും അടുത്ത് കുടിക്കാൻ. അല്ലേ, കുരങ്ങിന്റെ വേഷം വേണ്ടല്ലേ? വേറെ എന്തെങ്കിലും വേഷം ഉണ്ടോ സാറേ? വേറെ ഒരു പെരുമ്പാമ്പന്റെ വേഷമുണ്ട്. അയ്യോ, വെറുതെ കിടന്ന് എഴയേണ്ടി വരും. വേണ്ട. അല്ല, അതിനകത്ത് വേറെ ടിസ്റ്റ് ഉണ്ട്. എന്താ സാർ? ഈ പെരുമ്പാമ്പിന് ലിവർ സിറോസിസ് ആണ്. ഭയങ്കര കഥ തന്നെ ഇത്. എഴഞ്ഞു വരുന്ന പെരുമ്പാമ്പിന് ലിവർ സിറോസ. ഇതെങ്ങനെ ഇത് കഥ എഴുതിയത്? ഞാൻ 2 ക്വാർട്ടറിനാണ് കഥ എഴുതിയത്. ഹോട്ടലിൽ ഇരുന്ന കഥ എഴുതിയത്. ഹോട്ടലിൽ ഇരുന്നാണ് കഴുത എഴുതിയത്. ഒരു കോൾ ഉണ്ട്, ഒരു നിമിഷം. വിളിച്ചു. ഹലോ, ആണല്ലേ? ഓ, അങ്ങനെ ഉണ്ട്. ശരി. രാജു രാധ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അമ്പലത്തിന്റെ പരിപാടി ക്യാൻസലാണ്. വേറൊന്നും കൊണ്ടല്ല, അവിടെ അടിയുണ്ടായി. നേരത്തെ പറഞ്ഞ മനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. മദ്യപിച്ച് അവൻ വിഗ്രഹം എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ നമ്മളെ പരിപാടി അവന്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. രാജു രാധ ബായ് അമ്പലത്തിലേക്ക് ചെല്ലണം. കിടിലെന്ന് പറഞ്ഞാൽ കിടില ഒരു നല്ല കൈയടി. ലക്കുള്ള ടീമാ കേട്ടോ. ത്രിബിൾസ് ആയിരുന്നല്ലോ ഇവരുടെ അല്ലേ നമ്മൾ പറയാറുള്ളത്. അത് മാറി ഒരാളെ ചേഞ്ച് ചെയ്ത് വെച്ചപ്പോഴും ത്രിബിൾസ് ആയി. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സ്കിറ്റായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സൈലന്റ് കളി. അത് പൊട്ടിത്തെറിച്ചുള്ളൊരു ചിരിയോ ഓട്ടവോ ബഹളവോ ഒന്നുമില്ലാതെ നിന്ന് സമാധാനപരമായിട്ട് ചിരിപ്പിക്കുക എന്ന് പറയാൻ വലിയ പാടാണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞു. നല്ല രസമുണ്ട് കാണാൻ. സൂര്യശ്രീ നന്നായിട്ടുണ്ട് കേട്ടോ. കാര്യം ഒരുപാടൊന്നും ഇതിൽ ചെയ്യാനില്ലെങ്കിലും ആ ഉള്ള ഭാഗം നല്ല വൃത്തിയായിട്ട് ചെയ്തു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഒരുപാടൊന്നും പറയുന്നില്ല. നല്ലതിനെ നല്ല ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ. മോശം വരുമ്പോൾ മോശം ഭാഗങ്ങൾ മാത്രം. ഇതിലെ നല്ല മാത്രം പറയുകയാണ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഒന്നും മാറ്റി വെക്കാനില്ലാതെ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കളിക്ക് ഒരു ഭയങ്കര ലൈഫാണ്. നിങ്ങൾ 3 പേരും കളിച്ചത്. കാരണം നമ്മളിതൊരു കൗണ്ടർ ടു കൗണ്ടർ എന്നുള്ളതല്ല. അതിനകത്ത് ചില മീറ്ററുകൾ വന്ന് അവസാനം ചെലവൻ്റെ ഒരു മിമിക്രി എന്ന് പറയുന്നൊരു സാധനം, അത് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ശ്യാമും സൂര്യയുടെ വന്ന ആദ്യം തൊട്ടുള്ള കൗണ്ടറുകൾ, പിന്നെ അതിനുശേഷം സൂര്യ പാടുന്നതിന് ശ്യാം കൗണ്ടറുകൾ വർണ്ണിച്ചു കൊടുക്കുന്നത് ഭയങ്കര അത് വർണ്ണിച്ചു കൊടുക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ അമ്മ വീണ അച്ഛൻ ഉടുക്കു കൂട്ടും. ഇതൊക്കെ കാര്യം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് സെൽവൻ ഇപ്പറ വന്നിട്ട് ഇതിൻ്റെ ഈ ചേഞ്ച് ഉണ്ട്. ഓരോന്നിന് എക്സ്പ്രഷൻ മാറി വന്ന് എല്ലാം വളരെ രസകരമായിട്ട്. കാര്യം നമുക്കറിയാം, ഈ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു പെരുമ്പാമ്പിന് എവിടെയാണ് ഈ ലിവർ സിറോസിസ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങൾ കളിച്ച് ഒന്നും തെറ്റാതെ എന്ത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ചിരിച്ചു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അതിൽ എടുത്തു പറയേണ്ടത് സൂര്യ എന്ന് നന്നായിരുന്നു. കാരണം
ഇവരുടെ രണ്ടുപേരുടെ ഒപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാര്യം സൂര്യയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കണക്ഷൻസ് ഉണ്ട് അല്ലേ. അത് സൂര്യ കണക്ട് ചെയ്താലേ സെൽവനാണെങ്കിലും ശ്യാമനാണെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ. അത് സൂര്യ കറക്റ്റായിട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിലുള്ള എനിക്ക് അഭിപ്രായ വ്യത്യാസം ക്ലൈമാക്സ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് സെൽവൻ്റെ പോക്കിൽ തന്നെ അറിയാം ഇതല്ല വേണ്ട ക്ലൈമാക്സ് എന്നുള്ളത്. സെൽവനും അറിയാം, പക്ഷേ അത് ഓക്കെയാണ്. പക്ഷേ ഒരു ബെറ്റർ ക്ലൈമാക്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ 3 പേരിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നി, അടിപൊളിയായിരുന്നു. ഇനി ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജേട്ടാ. കയ്യോടെ മാർക്സ്. അപ്പം പ്രതിഭനോട് തന്നെ ചോദിക്കട്ടാ. ഞാനൊരു 14 മാർക്ക്. 14,000 രൂപ. ഓക്കെ ഷാജൻ ചേട്ടാ. പ്രചോദനം അങ്ങനെ കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കുറയ്ക്കുന്ന ആളുമല്ല. ഞാൻ ഒരു 18 അങ്ങോട്ട് കൊടുത്തേക്കും. 18. അപ്പം 32,000 രൂപയായി ഇപ്പൊ തന്നെ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ പുറകോട്ട് പോകുന്ന കയ്യിലുള്ള എടുത്തങ്ങോട്ട് വീശ്. ഞാൻ അറിഞ്ഞു തരുവാടാ ശരി. എന്നാ സിൽവർ പഞ്ച് അടിപൊളി. കലക്കി കിടുക്കി. നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ അടുത്ത സിൽവർ പഞ്ച് ടീം എസിന് സ്വന്തം. അടിപൊളി. ഓക്കെ, ഈ സന്തോഷത്തിൽ 2 വാക്ക് പ്ലീസ്. വളരെയധികം സന്തോഷം ഇങ്ങനെ സിൽവർ പഞ്ച് കിട്ടിയല്ലേ. സെൽവന് ഫസ്റ്റ് ടൈം ആണോ? സെൽവന് അല്ലല്ലോ. അപ്പൊ ഇതേപോലെ അടുത്ത സിൽവർ പഞ്ച് നേടാനുള്ള ഉഗ്രൻ സ്കിറ്റുമായിട്ട് വരൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരു 1 മാൻ ഷോ കണ്ടാലോ? കാണാം. ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ പെർഫോമൻസ് ആണ്. ചിറയൻകീഴിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ ഫ്രം ചിറയൻകീഴ്. ഇതാണ് ഉണ്ണിക്കണ്ണൻ ചിറയൻകീഴ്. ഉണ്ണിക്കണ്ണ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഷാജോണാണ്. നമസ്കാരം ചേട്ടാ. കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ട് ഉണ്ണിക്കണ്ണന്. മനസ്സിലായി. ഉണ്ണിക്കണ്ണ എന്ത് ചെയ്യുന്നു? ചേട്ടാ ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ MA മലയാളം ചെയ്യുന്നു, 2nd ഇയർ. വെരി നൈസ്. ഈ സ്റ്റാൻഡപ്പ് കോമഡി ഇതൊക്കെ കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ടോ? അല്ല ചേട്ടാ, ഞാൻ ചെയ്യുന്നത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിങ്ങോ? അതെങ്ങനെയാണ്? അതാണ് ഉണ്ണിക്കണ്ണന്റെ സ്പെഷ്യൽ ഐറ്റം. ഓ ശരി. അതെങ്ങനെയാണ് ഉണ്ണിക്കണ്ണ ഒന്ന് പറയോ? അതായത് നമ്മൾ സാധാരണ എല്ലാവരും വിഷ്വല് കണ്ടിട്ടാണ് സ്പോട്ട് ഡബ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ആ ഒരു ഓപ്പോസിറ്റ് സൗണ്ട് അനുസരിച്ച് ഞാൻ വിരളൊക്കെ ഒടിച്ചിട്ട് ടൈമിംഗ് വെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതെന്തായാലും വലിയൊരു അത്ഭുതമാണ് ഉണ്ണിക്കണ്ണ. അതൊരു വലിയ അത്ഭുതമാണ്. നമുക്കൊന്ന് കണ്ടാലോ അല്ലേ ജീവ? എന്നിട്ട് നമുക്ക് ബാക്കി തീർച്ചയായിട്ടും ഓഡിയോ വിഷ്വലും തരാം കേട്ടോ ഉണ്ണിക്കണ്ണ. ജോസക്കോടാ വാടാ, വാ നടക്ക്. ഓട്രാ വാ. അവൻ പോയല്ലടാ, പിന്നെ എന്താ ചവിട്ടിയേ? അവൻ പോയല്ലടാ, പിന്നെ എന്താ ചവിട്ടിയേ? ഓൻ പോയല്ലടാ, പിന്നെ എന്താ ചവിട്ടിയേ? प्लीज मूणु பேர்ல ஒருத்தப்பட்ட தப்புக்கு இப்படி 3 பேரை காவு கொடுத்தா எப்படி? நல்லா விசாரிச்சு பார்த்து உண்மையை கண்டுபிடிச்சு சொல்ல விசாரிச்சு பார்த்து உண்மையா கண்டுபிடிச்சீங்க. யார் மேலெல்லாம் டவுட்டி எல்லாரையும் போட வேண்டியதானே? கொஞ்சம் கருணை காட்டுல. ஏய் 10 வருஷமா எங்கூட இருந்து நான் பண்றதெல்லாம் பார்த்துட்டு எங்கிட்ட கருணை கேட்குறியாடா? அசிங்கப்படுத்துற, இன்சல்ட் பண்ற. தன்ராஜ் அந்த கருணை காமிடா. என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது? தப்பு. அப்புறம் நீ FIR போட்டிருக்கிய, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுற முடியாது. சரி போ, அப்புறம் பேசிக்கலாம்.
எப்போ பேசுனாலும் தான் இப்ப என்ன திடீர்னு? உன் பக்கன்ற பார்க்குற பண்ணி ரேட்டே தெரிஞ்சேன். இந்த பக்கன்ற பார்க்குறப்ப எல்லாம் தப்பா இருக்கு. ஏன் அப்ப அந்த பார்த்து எனக்கு பிடிக்கல. மண்ணாங்கட்டி சொல்றத மட்டும் செய். நீ சொன்ன நான் போலீஸ் ஆனல. இப்ப நான் சொல்றேன் நல்லவனாயிடு. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். மோதன் முடிவு பண்ணிட்டியா? மாத்திரம் வந்து முடிவு பண்ணிட்டேன். எதை மாத்த போற? உன்ன மனுஷன. இந்த சிவ எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. അടിപൊളി, നല്ല കാര്യം, നല്ല കാര്യം. അസാധ്യം. അത് ലിപ്പ് ഔട്ട് ആയെങ്കിൽ ഒന്നുകൂടെ. ലിപ്പ് ഔട്ട് ഒന്നുമില്ല, ലിപ്പ് ഔട്ട് ഒന്നുമില്ല. പക്ക ഉണ്ണിക്കണ്ണ പക്ക. ഓ, അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. വേറെ എന്തൊക്കെയാണ് മിമിക്രി? വേറെ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുവോ? അതെ അതെ, ഇനി കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം. വിളിക്കാം. ആദ്യം ആരാ ഉണ്ണിക്കണ്ണ? ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും സഫാരി ചാനൽ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അതില് ആ ഒരു വോയിസ് ഓവർ ആണ് ചെയ്യുന്നത്. സഫാരി ചാനൽ സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. ലോക സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി മെസ്സപ്പൊട്ടിയുടെ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആൾ രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് തമാശകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തള്ളക്ക് വിളിക്കായിരുന്നു നിനക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന് ഈ ലക്കുമുടി പൂർണ്ണമാകുന്നു. അടുത്തായിട്ട് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നിന്ന് PC ജോർജ് സാറ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഈ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യം വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം സാർ. നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലേ, ഞാനിവിടെ വരത്തില്ലാതെ ഏതോടാ പറഞ്ഞേ? ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും പറഞ്ഞ, ഞാനല്ല. ഞാൻ വളരെ ഭാരപരിതയായിട്ട് ജീവിക്കുന്ന ഒരാളാ. എൻ്റെ കരിവാരത്തൊക്കെ വേണ്ടി കുറേ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിപ്പില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നേ വരെ എൻ്റെ വായത്തൊരു ചെറ്റവർത്താനം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, ജീവ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ച എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞാനേ കുടുംബത്തിൽ പിറന്നവരാ. എന്നിട്ടാണ് ഈ തെണ്ടികൾ ചെറ്റവർത്താനം പറയുന്നത്. ഇവരെയൊക്കെ പുളിച്ച തെറിയായിരിക്കും ഞാൻ വിളിച്ച് പറയുന്നത്. അടുത്തായിട്ട് ജെ തുടങ്ങിയ സിനിമകളിലൂടെ നടനായിട്ട് വന്നിട്ടുള്ള ബേസിൽ ജോസഫ്. എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ? ഭാര്യമാരെ പിണങ്ങി പോകുമ്പോൾ ഭർത്താക്കന്മാരെ സന്തോഷമായിട്ട് ജീവിക്കണത്. ഭാര്യമാര് പേരിക്കും. എടേ, നമുക്ക് പറ്റൂല, നമുക്ക് അവരില്ല പറ്റില്ല. നീ എന്നെ ഒരു ചവിട്ട് എവിടെയെന്ന് വിചാരിച്ച് നീ വലിയ ആളാന്ന് വിചാരിച്ച നിനക്കെന്നെ അടിക്കണോ? എല്ലാം അടി. നീ ഇവിടെ കിടന്ന് ഉരുളുവേ. അതേ മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതി. எல்லாருக்கும் வணக்கம். என்ன சொல்லுது? ஒன்று ஒருத்தனை கொல்லான்னு கூப்பிட்டு அவனை உட்கார வச்சு அவனுக்கு டீ கொடுத்து, ஐயா சமயம் உன்னை நான் கொல்ல போறேன்னு கேட்குற ஒரே ஆள் நீ தான்டா. அதுக்கு பதிலாக நீங்கிட்ட நீ எல்லாம் பெரிய மனுஷனும் உன்னை கொடுத்துக்கே 4 கிழமை பார்த்து காட்ட சொல்லலாம். உனக்கு நான் 2 நிமிஷம் தான் தரேன். முடிச்சாண்ட கொண்டுட்டு உன்னைங்கிறது காப்பாத்து. അടിപൊളി. അടുത്തായിട്ട് നമ്മുടെ ഫ്ലവേഴ്സിന്റെ എല്ലാമായിട്ടുള്ള ടിനി ടോം സാർ. സത്യം പറയണേൽ ഈ കൊച്ചുകുട്ടികളുടെ സംഭവം അനുകരിക്കുന്ന വെച്ചാൽ വളരെ കഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവിധ പാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നു 40-37 മാർക്ക്. അടുത്തായിട്ട് ബീറ്റ് ബോക്സിംഗ് ആണ്. ബീറ്റ് ബോക്സിംഗ്. അതെ, മമ്മൂക്കയുടെ ഭീഷ്മറു എന്ന മൂവിയിലെ ആ ഒരു ബീജി ഉണ്ട്, ചാമ്പിക്കു എന്ന് പറയുന്ന ഡയലോഗിന് മുന്നോട്ടായിട്ടുള്ള ഒരു ബീജി, അതൊന്ന് അവതരിപ്പിക്കാം. അടിപൊളി. ഇനി ഒരു ടപ്പാങ്കുത്ത് പോലെ ഒരു ബീറ്റ് ബോക്സിൽ തന്നെ ഒരു സംഭവം ചെയ്യാം.
അടിപൊളി. അജു വർഗീസ് ചേട്ടന്റെ ആ ഒരു ശബ്ദം. എന്റെ പൊന്നു മാമിച്ച, നിന്നോട് ഞാനൊരു 100-110 ഗുണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോവരുതേന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്കൊണ്ട് വെച്ചിരുന്ന കാശ. ഇതിത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനെ. ബ്ലഡി ഫുൾ അല്ല പിന്നെ. അടിപൊളി അടിപൊളി, നല്ല കൈഡി. ഉണ്ണിക്കണ്ണനൊരു നല്ല 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 കൈഡി. ഈ സൗണ്ട് കേൾക്കുമ്പോഴേ ആസിഫിക്കയുടെ സൗണ്ടുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. ആസിഫിക്കയുടെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന് ചെയ്തു. എന്താണ് ഏജിലെ നീ ആളെ പിടിപ്പിട്ട് കാര്യം പറയടി? എന്താണ് ക്യാഷ് ആണോ? 5 രൂപ പൈസ അല്ലേട്ടോ എന്റെ പൊട്ടിപ്പുറയ്ക്ക്? നിനക്കത് ഭ്രാന്താണോ? ഇല്ല ഭായി, നിന്നെ കിട്ടാൻ നല്ല ഭാഗ്യം വിടും. നിന്റെ ഈ സൗന്ദര്യം, നിന്റെ ഈ സ്വഭാവം, തീരെ കൂതറങ്ങില്ലാത്ത ഈ സൗന്ദര്യം ഇല്ല ഭായി. അടിപൊളി അടിപൊളി. ഹിഡിലൻ പ്രചോദേട്ടാ. ഉണ്ണിക്കണ്ണ, നമ്മുടെ ഐറ്റം വരയിലെ ഫസ്റ്റ് എൻട്രി ആണ് ഉണ്ണിക്കണ്ണൻ്റെ അല്ലേ? അതെ അതെ അല്ലേ? സത്യം പറയാം, ഇത് ഉണ്ണിക്കണ്ണൻ്റെ ലൈഫിലെ ഒരു ബെസ്റ്റ് എൻട്രി ആയിരിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് കണ്ട് സ്പോട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാധാരണ. അങ്ങനെ അവരുടെയൊക്കെ പോലും ചിലപ്പോൾ ചില സമയത്ത് ടൈമിംഗ് മാറാറുണ്ട്, ടൈം തെറ്റാറുണ്ട്. പക്ഷേ ഇത് കാണാതെ ഇവരുടെ ഗ്യാപ്പ്, മ്യൂസിക് ആൻഡ് ഡയലോഗിൻ്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ആ സ്പോട്ടപ്പ് ഒന്നും തെറ്റാതെ എല്ലാവരുടെ 100-ൽ 100 നിങ്ങൾ അനുകരിച്ചു എന്നുള്ളതാണ്. ഭയങ്കര പെർഫെക്ഷനായിരുന്നു. വിനായകൻ ഒരു രക്ഷയിലായിരുന്നു, ജോർജ് ജോർജ് രക്ഷയിലായിരുന്നു. വിജയൊക്കെ എന്തൊരു മോഡുലേഷനാണെന്നറിയോ? വിജയുടെയൊക്കെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനപ്പാടമാണ്. അത് അതുപോലെ കൊണ്ട് പോസ്റ്റ് ചെയ്തു. അതുപോലെ ബേസിലിൻ്റെയൊക്കെ സൗണ്ട് ഒരു രക്ഷയിലായിരുന്നു. ഒന്നും പറയാനില്ല. ഉണ്ണിക്കണ്ണ ബേസിൽ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എന്തായിരുന്നു? 2 ചവിട്ടി എവിടെയെന്ന് വിചാരിച്ച് നീ പോലെ ആളാണെന്ന് വിചാരിച്ചോ? നിനക്കെന്നെ അടിക്കണോ? എന്നെ അടി, നീ ഇവിടെ കിടന്ന് ഉരുളുവേ. എങ്ങനെയാണ് ഈ സ്പോട്ടപ്പിലേക്ക് കിടന്ന് എങ്ങനെയാണ് നമ്മളിത് ചെയ്യണം എന്ന് തോന്നിയത്? സ്പോട്ടപ്പ് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു എന്തെങ്കിലും മിമിക്രിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു സിസ്റ്റം ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓപ്പോസിറ്റ് വരുന്ന സൗണ്ട് ഇട്ടിട്ട് എനിക്ക് ഭാഗം വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യും, റിമോട്ടിൽ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ആ ഡയലോഗ് അതേ മീറ്ററിൽ പറയുമായിരുന്നു. അപ്പം അങ്ങനെയാണ് സ്പോട്ടപ്പ് ചെയ്തു തുടങ്ങുന്നത്. ഉണ്ണിക്കണ്ണ, ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഒരുപാട് ഷോസുകളിലൊക്കെ ഇനി അടക്കി വാഴട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ ഐറ്റം പറയിൽ വന്ന് ഇതുപോലെ ഒന്ന് കിടക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് ഉണ്ണിക്കണ്ണ. ഓക്കെ ചേട്ടാ, കമന്റ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഉണ്ണിക്കോട്ടന്റെ കൂടെ ഉണ്ണിക്കോട്ടന്റെ അച്ഛനൂടെ വന്നിട്ടുണ്ട്. ഞാൻ അച്ഛനെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കും. തീർച്ചയായും. നമസ്കാരം അച്ഛാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് അനിൽ എന്നാണ്. എന്താണ് ചെയ്യുന്നത്? ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാണ്. ഉണ്ണിക്കണ്ണ ഒരു അത്ഭുതമാണ് കേട്ടോ. ഉണ്ണിക്കണ്ണ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവാനുഗ്രഹമുണ്ട് ഉണ്ണിക്കണ്ണന്. കാരണം നമ്മളിവിടെ വന്ന് മിമിക്രി ചെയ്യുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഉണ്ണിക്കണ്ണൻ മിമിക്രി ചെയ്തതൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ അസലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം പ്രചോദ് പറഞ്ഞ പോലെ ബേസിലിൻ്റെ ശബ്ദമാണെങ്കിലും അതെല്ലാം ഓക്കെ, നമുക്ക് ഈ മിമിക്രിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഉണ്ണിക്കണ്ണൻ ആ സ്പോട്ട് ഡബ് ചെയ്തത് അതെങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ്. കറക്റ്റ് അതിൻ്റെ ടൈമിംഗ് പിടിച്ച് അതിൻ്റെ ടെക്നിക്സ് അതങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഉണ്ണിക്കണ്ണൻ. അതെങ്ങനെയാണ് അതിൻ്റെ ടൈമിംഗ് പിടിക്കുക എന്നുള്ളത്. വിരൽ വെച്ച് അതിൻ്റെ ഒരു ടൈം കോഡ് പിടിക്കും. ടൈമിംഗ് ഇങ്ങനെ 1 2 3 അങ്ങനെ ഇട്ടിട്ടാണ് അല്ലേ അത്? അതായത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ളിടത്ത് നമ്മൾ കുറച്ചിങ്ങനെ വിരൽ ഞൊടിച്ച് ഒത്തിരി നേരം കറക്റ്റ് ആ ടൈമിങ്ങിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, അതെനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണൻ അത് ചെയ്തതിൽ ഏറ്റവും ലെങ്ത് ഉണ്ടായിരുന്ന ഒരു സീൻ ലാലേട്ടനും വിജയ് സാറും കൂടെ ഉള്ള ഒരു സീനാണ്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിജയ് സാറിന്റെ പല മോഡുലേഷൻസും ഉണ്ട്. നമ്മൾ മിമിക്രിക്കാർ ചെയ്തിട്ടുള്ള 1-2 മോഡുലേഷനാണ് മാക്സിമം നമ്മൾ ഭയങ്കര ഹൈ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെ ഒരേ ഇതിൽ പറഞ്ഞു പോകുന്ന ഇത് ഒരു 3-4 വെറൈറ്റി സംഭവങ്ങളാണ് ഉണ്ണിക്കണ്ണൻ ചെയ്തത്. അതും ഒരു ടൈമിങ് പോലും തെറ്റാതെ ഇത് ചെയ്തു എന്നുള്ളതാണ്. അതിനൊരു വലിയ കൈയടി ഉണ്ണിക്കണ്ണ. അതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണിക്കണ്ണൻ ഒരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ഇൻസ്പിറേഷനാണ് കേട്ടോ മോനെ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിക്കണ്ണന് ചെയ്യാനുണ്ട്. യാതൊരു മടിയും വിചാരിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും ഇത് ഐറ്റം വേറെയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഫുൾ സപ്പോർട്ടായിട്ട് എന്നും ഉണ്ണിക്കണ്ണൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. വേറെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് റീന. ഓക്കെ. സഹോദരങ്ങൾ ആരൊക്കെയാണ്? ഗായത്രി ദേവി അനിയത്തിയുടെ പേര്. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ഇപ്പോൾ ITL പഠിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ എന്തായാലും വീട്ടുകാരോട് എല്ലാവരോടും ഞങ്ങൾ അന്വേഷണവും സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണ. ഓക്കെ, അടിപൊളി. കെട്ടിപ്പിടിച്ചൊരു 10 ഉമ്മ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. അനിലേട്ടാ, ഈ മോനൊരു അത്ഭുതമാണ് കേട്ടോ. കാര്യം നമുക്ക് കാഴ്ച ഉള്ള ഒരാൾക്ക് ഇത്ര പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസമൊക്കെ വരും. ഇത് നമ്മൾ ഒരു അകക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്.
ആ ടൈമിങ്ങും കറക്റ്റ് കീപ്പ് ചെയ്താൽ കറക്റ്റ് സമയത്ത് ആ കറക്റ്റ് ലിപ്പ് കൊടുത്ത് ഒരു ചെറിയ വിജയുടെ ഒരു കുഞ്ഞ് ശബ്ദം ഉണ്ടായിരുന്നു ഒരു പാസിങ്ങിൽ ഒരു ഇങ്ങനെ ഒരു സാധനം അതുവരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മനസ്സിൽ ഈ സംഭവം കയറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഇതൊരു അത്ഭുതമാണ്. ഈ മോൻ ഇവിടെ എങ്ങനെ നിൽക്കേണ്ടതല്ല. ഇനി ഒരുപാട് ഉയർച്ചകളെത്തും. താങ്ക്സ്. സത്യം എൻ്റെ ലൈഫിൽ ഒരു 35 വർഷത്തോളമായി നമ്മൾ ഈ ഫീൽഡിലൊക്കെ ഇതേപോലെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു കാണാതെ കേട്ടിട്ട്, അതുകൊണ്ട് ഞാൻ അവിടം വരെ ഒന്ന് വരിക. ഈ വേദിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇതും ഈ വേദിയിൽ. അതെ. ഞാൻ ആരെന്ന് മനസ്സിലായോ? അപ്പോൾ എന്തായാലും നേരിട്ട് കാണാൻ പറ്റത്തില്ല, പ്രോഗ്രാം കാണാൻ പറ്റില്ലും ആളെ കാണാൻ പറ്റിയതും ഒരുപാട് സന്തോഷം കേട്ടോ. ഇനിയും നമ്മുടെ ഈ വേദിയിലേക്ക് വരണം. അതെ, തീർച്ചയായിട്ടും. ഉറപ്പായിട്ട് വരില്ലേ? ഉറപ്പായിട്ടും കൊണ്ടുവരില്ലേ? എൻ്റെ ശബ്ദം നിനക്ക് എടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കി. എന്തോരം പ്രേമം ഉണ്ടായിരുന്നറിയാം എനിക്ക്. തൊട്ടോട്ടെ അതിൻ്റെ ഒരു ഡി ചെവലോ എന്തോരം പ്രേമം ഉണ്ടായിരുന്നറിയാം എനിക്ക്. സത്യം ഉണ്ടായിരുന്നു. അറിയാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു നസീർക്ക. ഓക്കെ, നിനക്കെന്തിനാ വെറുതെ ഇരിക്കട്ടെ, ഇവിടെ വരെ വന്നേലേ. നസീർക്ക വരെ അവിടുന്ന് ഇവിടെ എഴുന്നേപ്പിച്ച് വരുത്താൻ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണം വരണ്ട വന്ന്. ഇനി ഇവിടെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ. അപ്പൊ ഉണ്ണിക്കണ്ണ, അപ്പൊ ഇനിയും ഇതുപോലെ ഒരു ഉഗ്രൻ ഐറ്റമായിട്ട് വരണം. ഓക്കെ, ഞങ്ങൾ കാത്തിരിക്കും. അച്ഛാ, എല്ലായിടത്തും അച്ഛനാണല്ലേ കൂടെ പോന്നെ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഒരുപാട് വേദികളിൽ ഉണ്ണിക്കണ്ണൻ്റെ കൂടെ പോകാൻ സാധിക്കട്ടെ. ഇനി ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വരണം. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി ഉണ്ണിക്കണ്ണനും അച്ഛനും. താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. കൊച്ചി പ്രതിവേട്ടന്റെ ടീമാണ് വരാൻ പോകുന്നത്. കൊച്ചി പ്രതിവേട്ടനുണ്ട്, പ്രസാദേട്ടനുണ്ട്, പിന്നെ ഒരാൾ അങ്ങ് ദുബായിലെ മണലാര്യങ്ങളിൽ നിന്നും നമ്മളുടെ പാവങ്ങളുടെ മണ്ണിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് പോയ നമ്മുടെ മനു കുമ്പാരി. അപ്പൊ 3 പേർക്ക് സ്വാഗതം. में ऐसा कोई बंधन अनजाना അളിയാ എവിടെയാ എന്നെ കണ്ടിട്ട് എത്ര നാളായി? എന്തോടാ ആട്ടോറിക്ഷയുടെ കിക്കറാ? കിക്കറല്ലെന്ന്, ഇത് പനമ്പെട്ട വെട്ടത കത്തി. എടാ, അത് ഇവിടെ അല്ലേ തൂക്കിയിടേണ്ടത്? അത് തൂക്കിയിട്ടതാ 7 സ്റ്റിച്ചായിരുന്നു. 7 സ്റ്റിച്ച്. എടാ, നീ ഇവിടെ വന്നത് മീൻ പിടിക്കാനാണോ അതോ ആന എഴുന്നള്ളത്തിന് കൊണ്ടുവന്നാണോ? ഇതെന്താ ഇത്? വലയല്ലാതെ കുളി കഴിഞ്ഞ ഇപ്പൊ ആനയുടെ അടുത്തൊന്ന് പിഴിയാൻ വേണ്ടി കൊടുത്താടാവേ. ഈ കോലത്തിലായി പോയി. എന്റെ ദൈവമേ, തല തോർത്താൻ പറയാത്ത ഭാഗ്യം. ഈ തോട് കളഞ്ഞ റംബൂട്ടാൻ പോലെ ആയിപ്പോയി. ഈ വക കൗണ്ടറൊക്കെ ഇവിടെ എനിക്ക് മാത്രമേ പറയാൻ പെർമിഷൻ ഉള്ളൂ. നീയൊക്കെ പറഞ്ഞാ നീയൊക്കെ അറിയാമോ? നിന്റെ വെറൈറ്റി എന്നൊക്കെ ഇതോണത്തെ. ഇടാ, ഇവിടെ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അവര് സമയത്തിന് വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് മന്ത്രി ഇവിടെ വന്ന് കാല് കുത്തുന്നതും പൊട്ടാൻ വേണ്ടി ഒരു ഗർഭം കലക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം വേണ്ട, പ്രസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ അപ്പ പൊട്ടുപൊളിയാ. കിടില സാധനമാണ്. പിന്നെ നീ മാത്രമേ വന്നോളൂ. ആന എന്ത് ഹരിയാനെ കുളിക്കാൻ പോയി. ഇവിടെ ആന ഹരിയാനെ കുളിക്കാൻ പോയി. ഇവിടെ 9 മണിക്ക് എഴുന്നള്ളത്ത് തുടങ്ങിയതാണ്. ഓ, എന്റെ ആനയുടെ പേരാണ് ഹരി. വേറൊരു കാര്യം, നീ പല അമ്പലപ്പറമ്പുകളിൽ ചെന്ന് പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്കൊരു ഇളക്കം ഉണ്ടല്ലോ, അത് ഈ ഉത്സവപ്പറമ്പ് പറ്റൂല. എന്റെ ഇളക്കത്തില് ചെറിയ കുറവുണ്ട്. ആന ഒരു രക്ഷയിലിയാ. എന്തുവാളിയാ? ഈ പുള്ളി ഉണ്ടല്ലോ, ഇങ്ങനെ നിക്കും. എഴുന്നള്ളത്തിന് ഈ പെമ്പിള്ളേർ ഇങ്ങനെ വരുമ്പോ ഇവന്റെ വായിന്ന് മുല്ലപ്പെരിയാറ് പൊട്ടിയ മാതിരി വെള്ളം തന്നെ. കോഴിയാടാ നിന്റെ ആന. പെണ്ണുങ്ങളെ കണ്ടിട്ടല്ലേ, ഇവരുടെ ഈ താലത്തിലിരിക്കുന്ന ഈ ശർക്കരയും പഴവും ഈ അരിയൊക്കെ കണ്ടിട്ട് ഇവന് കൊതി നിർബന്ധം. പിന്നെ നിസാര കേസിന് പെണങ്ങൂലവൻ. കഴിഞ്ഞ ദിവസം ക്യൂട്ടച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസം എന്റെ അടുത്തേക്ക് വന്നില്ലത്. എന്തോന്നടാ, എടാ നിന്റെ കൂടെ അല്ലേ നടക്കുന്നത്? എന്നെ പോലെ തന്നെ നിർബന്ധ ബുദ്ധിയായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാലും എന്റെ ആന നല്ല എക്കോ ഫ്രണ്ട്ലി ആനയാ. മനസ്സിലായില്ല? ഇവൻ ഒരു ദിവസം ഒരു 25 പ്ലാസ്റ്റിക്കിന്റെ കിറ്റ് തിന്നും. എന്നിട്ട് പിണ്ടോടാ നേരത്ത്
ഓരോ കിറ്റിപ്പിണ്ടായിട്ട് ഇങ്ങനെ 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 ഇടും. ഇതിന്റെ സംഭവം അറിയാമോ? ഇതിങ്ങനെ കൂടിക്കിടന്ന ഇവിടെ മാലിന്യം ഉണ്ടാവില്ല. ഓരോ കിറ്റായിട്ട് തൂക്കി ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞാ പോരെ. പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്തേ ചെലവുണ്ട്. എന്തിന്? ദേവസ്വത്തിൽ ഇന്റർവ്യൂവിനൊക്കെ പോയ കാര്യം ഞാൻ അറിഞ്ഞടാ. എന്റെ പൊന്നാളിയ അതൊക്കെ വെറും പ്രഹസനം. എന്തോ ഞാനൊരു ആനപ്പാപ്പാനല്ലേ. ആനക്കാരന്റെ ഒരു ഒറ്റ ചോദ്യം അവന്മാര് ചോദിച്ചില്ല. ഞാൻ ചെന്ന് കയറിയപ്പോ അവന്മാര് ആദ്യം എന്നോട് ചോദിക്കാം, ലസാഗു കാണാറുണ്ടോന്ന്. 24 മണിക്കൂറും ആനയുടെ അടി കിടക്കണ എന്നോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്? ഇടാ ഒരു ജോലി കിട്ടുന്ന കേസല്ലേ അങ്ങ് കാണിച്ചു കൊടുക്കാത്തത്? കണ്ടോ, ഇത് അതിലും വലിയ ഭ്രാന്ത്. ദൈവമേ, ഇവിടെ നമ്മൾ വേണ്ട അതെന്താ ഇതേതാടാ ഈ ആന? ബോംബെ കുമാർജിയാ? ഇവിടെ ആന അല്ലെന്ന്, നമ്മൾ ഇവിടുത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ആളാണ്. കാണിക്കവഞ്ച് കട്ടുകൊണ്ടുപോയ കള്ളൻകുമാരൻ. ഇവിടെ അങ്ങേർക്ക് ബോംബെയിൽ നല്ല കച്ചവടം ആണെന്ന്. പിന്നെ വല്ല ബോംബെ പൂടോടെ കച്ചവടമായിരിക്കും, അല്ലാതെ പിന്നെ പുഷ്കർ तू क्या करता है? കരിമരത്തിന്റെ ഇടയിലൊക്കെ പണിയല്ലേ, കറുത്തു പോകും. അതല്ല പുഷ്കര, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? റോക്കറ്റിന്റെ ഏർപ്പാടാക്കി പോകണം. എടാ കള്ള, നിനക്ക് ISRO ജോലി കിട്ടി? ISROയിലല്ല, എലി വേണം. എലി വേണോ? അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, നിന്നെ തന്നെ ഞാനിവിടെ വെടിമരുന്ന് കാര്യത്തിന് വിളിച്ചെന്താണെന്നറിയാം. നീ നല്ലൊരു വെടിക്കാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് നിന്റെ സ്പെഷ്യൽ എന്താണ്? എന്റെ സ്പെഷ്യൽ ഇതാണ്ട്, ഇത് എലി വേണം, ഇത് പൂച്ച വേണം. രണ്ടും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഒരുപോലെയാണ്. ഈ രണ്ടും നമ്മൾ കത്തിച്ച് മേലോട്ട് വിടും. ആദ്യം പോകുന്നത് എലി വേണം, പിറകിൽ നിന്നെ ഇന്ന് ഞാൻ കൊല്ലുകൊള്ളാ പട്ടീന്ന് വിളിച്ചു പോകുന്നത് പൂച്ച വേണം. നല്ല അടി. എന്റെ ദൈവമേ, ഇത് ആരായി നിൽക്കുന്നത്? ബോംബെ കുമാർജി എന്നെ അങ്ങനെ വിളിക്കാവുള്ളൂ. പിന്നെ വേറെ കാര്യം, നിങ്ങളുടെ ആന വലിയ സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സെറ്റപ്പ് അല്ലേ? പൈസ എനിക്കൊരു പ്രശ്നമേ അല്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. എനിക്കൊരു താമസത്തിനൊരു റൂം വേണം. അതെങ്ങനെ? നിങ്ങൾ ആനയുടെ കൂടെ ജീവിക്കാൻ നിർത്തി നിങ്ങൾ ആനയുടെ കൂടെ അല്ലേ കിടക്കേണ്ടത്? ഞാൻ ആ പരിപാടി നിർത്തി. ഈ കഴിഞ്ഞ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് വെളുപ്പിനെ എഴുന്നള്ളിപ്പും കഴിഞ്ഞിട്ട് ഞാനും ആനയും കിടന്നു ഉറങ്ങുക. അന്നേരം മറ്റേ ജയസൂര്യയുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ, മറ്റേ ആനപ്പിണ്ടത്തിന്റെ, ഇവിടെ ചന്ദനത്തിരിക്ക് വേണ്ടി പിണ്ടം പറക്കാൻ വന്നപ്പോ ഈ കൂട്ടത്തിൽ എന്നെ വരിട്ടിട്ട് കൊണ്ടുവരവേ. അവിടെ ചെന്നിട്ട് കുതിർക്കാൻ വേണ്ടി വെള്ളം തളിച്ചു കഴിഞ്ഞപ്പോ ചാടിയാണ് എന്റെ പിള്ളേരുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും മേശപ്പുറത്തിൽ അറിയാവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യമേ നെഗറ്റീവ് അടിക്കുവാണെന്ന് കരുതരുത്. അതല്ലെന്ന്, അഥവാ ഇന്ന് ഉത്സവം നടക്കുന്നതിനിടക്ക് ആന എങ്ങാനും ഇടഞ്ഞ് എന്ത് ചെയ്യും? ആന ഇടഞ്ഞാൽ എന്റെ വലത്തെ കൈയിലെ ഈ തോട്ടി ഇടത്തെ കൈയിലേക്ക് മാറ്റി പിടിക്കും. എന്നിട്ട് കൈ നീട്ടൊരൊറ്റ നിപ്പ അവിടെ നിൽക്കും. ആനയോ? അല്ല, ആദ്യം തന്നെ ബസ് അത് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ പരിപാടി കാര്യങ്ങളും നടക്കത്തില്ല. എന്തായാലും നിങ്ങളൊരു ആനക്കാരനല്ലേ, എന്റെ ഒരു ബുദ്ധി അറിയും വെച്ച് ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ച ഉത്തരം പറയാം. ഇത്രയും വലിയ ശരീരത്തിൽ ഇത് കുസൃതിയാ. പക്ഷെ വേറൊരു കാര്യം, ഇത് ഭയങ്കര കോമഡി ഉള്ള ഒരു സംഭവമാണ്. ഉത്തരം പറയാവോ? ചോദിക്കട്ടെ, മതമില്ലാത്ത ആന ഏതാണ്? പറ ആനക്കാരൻ, പറ. പടം വരച്ച ആന. പടം വരച്ച ആനയല്ല, വെടിക്കാരൻ പറയൂ. വെടിയാന? അല്ല 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 അല്ല, മതമില്ലാത്ത ആന ഏതാണ്? പറയൂ. തോറ്റല്ലോ, ഞാൻ തോറ്റു. ചിരിക്കാൻ റെഡി ആയിക്കോളൂ. ഓക്കെ. ബനാന. ഇവന്റെ ബനാന കോമഡി ഇല്ലേ, ഈ എരിവാണത്തിൽ കെട്ടി അങ്ങ് വിട്ടാലോ? ഈ പുള്ളിനെ കെട്ടിവെച്ച് വിടറാമേലേക്ക്. വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇനിയുണ്ടോ? യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഹലോ ആനക്കാരൻ, അറിയോ? എന്റെ പൊന്നളിയാ, നമുക്ക് അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. ചിരിക്കാൻ തയ്യാറുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. യേശുദാസ് പാടും, പുകവലി പാടില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ സ്കിറ്റ് പൊളിക്കാനാണ് ഈ ബോംബെ കെട്ടിയെടുത്താണ്. ഈ വക കൗണ്ടർ ഒന്നും ഇവിടെ ഓടില്ല. ഇതൊക്കെ നേരത്തെ അടിക്കേണ്ട, ടേക്ക് ഓഫിൽ അടിക്കേണ്ട സാധനം. സംഭവം എന്താണെന്നറിയാമോ? ഞാൻ ഇതുപോലത്തെ 1001 കൗണ്ടറുകൾ അടങ്ങിയ ഒരു പുസ്തകം ഇറക്കി. ഇപ്പൊ ഒരുപാട് കോപ്പികൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഇനി 10 കൂടെ ഉള്ളൂ. ബാക്കിയൊക്കെ ആകെ 10 അടിച്ചോളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വിറ്റില്ല. ഇതുപോലത്തെ വിറ്റാണെങ്കിൽ ഒരു കാലത്തും പോകില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ പക്കാ സീരിയസ് ആയിട്ട് പറയുക. സീരിയസ്. ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ, ഉത്സവം കഴിഞ്ഞ അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. എന്റെ മുഖത്ത് നോക്കി ഒരു കുട്ടി പറഞ്ഞു, ചേട്ടാ ചേട്ടൻ ഭയങ്കര സുന്ദരനാണ്, അതുകൊണ്ട് ചേട്ടന് ഞാൻ കല്യാണം കഴിക്കാൻ പോവാ.
ഇത് വിറ്റ് ഇതാണ് കൗണ്ടർ. ഈ സാധനം ആദ്യം അടിക്കണം. ഓക്കെ പിന്നെ ഞാൻ ബുക്കിൽ എഴുതുന്ന ചിലപ്പോ ബുക്കല്ല പിന്നല്ല. എന്തോ പറയാനാണ്. പിന്നെ വേറൊരു കാര്യം, പൈസ എനിക്കൊരു പ്രശ്നമല്ല. ആയിക്കോട്ടെ. നിങ്ങളുടെ ആനയെ എനിക്കൊന്ന് ബോംബെ കൊണ്ടുപോകണമെന്നുണ്ട്. ബോംബെയിൽ വരാനോ കുഴപ്പമില്ല. കൊണ്ടുപോവോ? അപ്പൊ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു തരാം. 10 പൈസ വേണ്ട. എനിക്ക് റെയിൽവേയിൽ 10 പൈസ വേണ്ട പോലെ. അതെന്നാ കാര്യം? നമ്മൾ ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോ കേട്ടല്ലേ, जयली जनता एक्सप्रेस आने की संभावना है, परशुराम एक्सप्रेस आने की संभावना है. സംഭാവന കൊടുത്ത ആൾക്കാരോട് ആരെങ്കിലും പൈസ ചോദിച്ചു? കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ പറഞ്ഞില്ല പൈസ എനിക്കൊരു പ്രശ്നമില്ല. കഴിഞ്ഞ നമ്മുടെ ന്യൂ ഇയറിന് തന്നെ ഞാനൊരു 15 ലക്ഷം രൂപയുടെ പടക്കം മേടിച്ച് ഫ്ലാറ്റിൽ വെച്ചു. എന്തോ പറയാനാ, രാത്രി 12 മണി ആയപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരന്മാരെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ പടക്കം അച്ചാറിടാൻ വേണ്ടിട്ടാണ് പൊട്ടിക്കാനല്ലേ? ഞാൻ അതുകൊണ്ട് സാറിന് ബോംബെയിൽ ചെന്നിട്ട് സാർ ഈ വൻ സെറ്റപ്പിലാവാനുള്ള കാരണം എന്താ? ബോംബെ എന്താ കണ്ണ് കുത്തി കൊണ്ടുവരാൻ അവന്റെ. അല്ല, നമ്മൾ പറയാൻ നേരത്തെ ഇത്തിരി എക്സർജാറ്റിക് ആയിട്ട് പറയാം. മനസ്സിലായോ? അങ്ങനെ അതോ ലോകത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ദാവൂദ് ഇബ്രാഹിം ടീമും ഞങ്ങൾ തമ്മിൽ പോട്ടിയായി. എന്റെ കൂടെ 2 പേര്, ഒന്ന് ശശാങ്ക് സിംഗും ഒന്ന് രാജേഷ് ഷെട്ടിയും. ശശാങ്കം മയ്യനാടും രാജേഷ് പടവള്ളിയും അവരിവിടെ ഇങ്ങനെ അറിയപ്പെടുന്നു, അവരവര് വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പായി. സോറി. ഈ വെടിവെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് വന്നു. അയ്യോ, ശശാങ്ക് സിംഗിനെ പോലീസ് പിടിച്ചു. അപ്പൊ സാറോ? ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ ഷെട്ടി പോലീസിനെ കണ്ടപ്പോഴേ ഷെട്ടി ഊരി, പോലീസിന്റെ കയ്യിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടു. അങ്ങനെ വളരെ മാരകമായിട്ടുള്ള സംഭവമായിരുന്നു. വിശ്വസിക്കാനേ പറ്റിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആരാന്നറിയാവോ? എന്റെ അമ്മ, എന്റെ ദേവി. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞെന്താന്നറിയാവോ? മകനെ, നിനക്ക് ഞാനൊരു വരം തരുന്നു. രാത്രി 2:30 മണി സമയത്ത് ആ ടൈം ഈ വരം എടുക്കാൻ പറ്റാത്തതിന് കമ്പിപ്പാരയ്ക്ക് കുത്തി ഇളക്കിക്കൊണ്ട് രാത്രി കൊണ്ടുപോയതല്ലേ ഞാൻ പറഞ്ഞില്ലടാ. പറഞ്ഞില്ലേ? നിന്റെ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവൻ എന്താ? മണിയൻ. അവൻ അമ്മണിയാനെ പ്രസവിച്ച്. അമ്മണിയാനെ പ്രസവിച്ചെന്ന്? അയ്യോ, ഈ ചെറുക്കൻ 24 മണിക്കൂർ വെള്ളാന്നേ. കഴിഞ്ഞ ദിവസം അടിച്ച് കോൺ തെറ്റി പച്ച മുണ്ടും പച്ച ഷർട്ടും ഇട്ടുണ്ട് ആനയുടെ മുമ്പ് പീക്കരുത്. ആന വിചാരിച്ചത് പട്ടയം ഓർത്തുകൊണ്ട് 3-ാമത്തെ ദിവസം പിണ്ടം വന്നപ്പോ ആ കൂടെ ഇവനും വന്നു. ഈ ആന വിചാരിച്ച അതിന്റെ കുഞ്ഞായിരിക്കുന്നു വിചാരിച്ചത്. ഇപ്പൊ ഇവൻ അതിന്റെ പിന്നാലെ കിട അമ്മ അമ്മ അമ്മ. അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറയാ, തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല. എന്തോ ഞാൻ പറയട്ടെ, എന്തായാലും മന്ത്രി വരാൻ നേരത്ത് പൊട്ടിക്കാനുള്ള വെറൈറ്റി പടക്കം അതാണ് എനിക്ക് വേണ്ടത്. എന്താണ് ആ പടക്കത്തിന്റെ പുറത്ത്? ഇതാണ് സൂപ്പർ പടക്കം. അത് പൊട്ടിപ്പോകുന്നു. പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? കുരുവാണല്ലോ അളിയാ വന്ന് കയറിയിരിക്കുന്നത്. എടാ, 20 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരത്ത് കമ്പപ്പന നടത്താൻ ഏറ്റില്ലേ? ആളെയും വിട്ട് പടക്കവും വിട്ട് ഇപ്പൊ അവിടെ ഭയങ്കര വിഷയം നടന്നേക്കുവാ. അവിടെ എന്ത് വിഷയമില്ല, അളിയന് ഇവിടെയല്ല എന്തിനാ പേടിക്കുന്നത്? എടാ, അതല്ല 20 ലക്ഷം രൂപയ്ക്ക് അവർ വാങ്ങിയ പടക്കം 20 ലക്ഷം രൂപ പടക്കം കത്തിച്ചിട്ട് ഒന്നുപോലും പൊട്ടിയാണ്. ഈ പേടിക്കണേടാ, നിന്റെ പടക്കല്ലേ അത് പൊട്ടൂല. അത് നേരത്തെ പറയട്ടെ. അയ്യോ 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 അളിയാ, ദൈവമേ വെട്ടിക്കോട്ട്. ഇത് മേലോട്ടെങ്ങാനും പോയാ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ആനപ്പാപ്പൻ. അളിയാ, ഞാനിവിടെ ഉണ്ടാളിയാ. അളിയാ, വെട്ടിക്കോട്ട് മാത്രമായി. ആനപ്പാപ്പാനേക്ക് വന്നടാ. നീ എന്തോ പറഞ്ഞത്? ഇവനുണ്ടാക്കണ പടക്കമൊന്നും പൊട്ടൂല്ലെന്നല്ലേ? എന്നിട്ട് പിന്നെ പൊട്ടിയതാ? സത്യം പറഞ്ഞല്ല, ഞാൻ ഉണ്ടാക്കണ പടക്കം മാത്രമേ പൊട്ടാതിരുന്നിട്ടുള്ളൂ. തനിക്ക് വലിയ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ് ശിവകാശിയിൽ നിന്ന് കൊണ്ടുവന്ന ഗർഭം കലക്കിയ ഭർത്താവാണ് കയറിയിരുന്നത്. ഇപ്പൊ ഇയാക്കടെ വിറ്റും ഇവന്റെ പടക്കവും ഒരുപോലെയായി. ചിലത് പൊട്ടും, ചിലത് പൊട്ടൂല. നല്ല ഉഗ്ര സ്കിറ്റ് ആൻഡ് വെൽക്കം ബാക്ക് കുമ്പാരി. നല്ല എങ്ങനെ പോയ ചെറുക്കനാ. 2 മാസത്തെ ദുബായ് യാത്ര കഴിഞ്ഞ് വന്നപ്പോ കണ്ടോ? പാവം. ഇതിലും നല്ലൊരു സ്വീകരണം കൊടുക്കാൻ ഞങ്ങളെ കൂടെ പറ്റും. അതിന് ഇവർക്കൊരു പ്രത്യേക എഴുതി കൊടുക്കണം.
ചേട്ടാ പ്രദീപേ, പ്രസാദേ, മനു കുമ്പാരി, നല്ല ഉഗ്ര സ്കിറ്റാണ്. വളരെ നന്നായിരുന്നു. കാര്യം നമ്മൾ ഫസ്റ്റ് ഈ കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ അമ്പലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഇവർ വരാൻ പോകുന്നതെന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വന്ന് പറഞ്ഞു തുടങ്ങിയതൊക്കെ കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രദീപിന് മാത്രം പറഞ്ഞു വലിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് തമാശ. അത് പ്രദീപിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടും ഇങ്ങനെ പറഞ്ഞിട്ടൊരു ചാട്ടമൊക്കെ ഉണ്ട് പ്രദീപ്. അത് കാണുമ്പം അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാട്ടമൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രസാദും പറയാണ്ട് ഈ പറഞ്ഞാൽ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സ്കിറ്റിന് ഗംഭീരമാകാൻ വേണ്ടിയിട്ട്. പിന്നെ കുമ്പാരി, നല്ല തമാശകളായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറേ നല്ല തമാശകൾ, പൊട്ടിച്ചിരികളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുറേ പൊട്ടിച്ചിരികൾ ഉണ്ടായിരുന്ന ഒരു സ്കിറ്റായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും ഒരുപാട് നിർത്താതെയുള്ള പൊട്ടിച്ചിരികളുമായിട്ട് നിങ്ങൾ വീണ്ടും വരണം. ഓക്കെ, ഓൾ ദ വെരി. മറന്നോ ഫാമിലി ഡീറ്റെയിൽസ് മറന്നുകൊണ്ടല്ലോ എനിക്ക് പ്രദീപിനെ എനിക്കറിയാം. പിന്നെ പ്രസാദും നമ്മുടെ കുമ്പാരിയാണ്. ഇപ്പൊ കറങ്ങി വന്നതുകൊണ്ട് കുമ്പാരിയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. മനു, ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടുകാരെ കുറിച്ച് അച്ഛനും അമ്മ, പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. 3 പേര് ആമ്പിള്ളേരാണ്. കല്യാണം കഴിഞ്ഞ് വൈഫ്, പിന്നെ 2 മക്കളുണ്ട്. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് രേഷ്മ. മക്കളുടെ പേര്? മക്കളുടെ പേര് മൂത്തത് ഹരൻ, LKG പഠിക്കുന്നു. പിന്നെ മോള് ഹരിനിക, ഇപ്പൊ 1 വയസ്സായി. ഇങ്ങനെ ചോദിക്കണം തോന്നുന്നു. ഞങ്ങൾ പുതിയ ഇൻഷുറൻസിന്റെ പരിപാടി തുടങ്ങി. അച്ഛന്റെ അമ്മയും കൂടെ പേരൊന്ന് പറയോ? അച്ഛന്റെ പേര് ഉത്തമൻ, അമ്മയുടെ പേര് ചിത്ര. ഇതിപ്പോ എനിക്ക് 2 ലാഭമാണ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, വൈഫിന്റെ അച്ഛന്റെ അമ്മയുടെ പേരും അത് തന്നെ. അതെന്തായാലും കലക്കി. കുമ്പാരിയുടെ സ്ഥലം എവിടെ? ഞാൻ തകഴിയില്ല താമസം. തകഴി. അപ്പൊ ഇനി പ്രസാദിന്റെ കാര്യങ്ങളൊക്കെ. അമ്മ, അനുജൻ, ഞാൻ, എനിക്കൊരു മോനുണ്ട്. അമ്മയുടെ പേര്? എന്റെ അമ്മയുടെ പേര് ശിവകുമാരി എന്നാണ്. അനുജന്റെ പേര് ശിവപ്രശോഭ് എന്നാണ്. മോന്റെ പേര് ശിവശങ്കർ എന്നാണ്. പിന്നെ എന്റെ യഥാർത്ഥ പേര് ശിവപ്രശാന്ത് എന്നാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടുപേര് മൊത്തത്തിൽ ശിവാലയം എന്നാണ്. ശിവാലയം. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. പ്രദീപിന്റെ വിശേഷങ്ങളും കൂടി നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അത് ചോദിക്കും. ആരൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് പറയോ? എന്റെ ശരിക്കും സ്വദേശം പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര് എളമ്പകപ്പള്ളി എന്ന് പറയും. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. അച്ഛന്റെ പേര് ചന്ദ്രൻ എന്നാണ്. അമ്മയുടെ പേര് ഓമന. മൂത്ത പെങ്ങളുടെ പേര് ബിനി, 2ാമത്തെ ആള് ലിനി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു 12 വർഷമായിട്ട് ചേർത്തല തുറവൂരാണ്. വൈഫ് ഹൗസ് അവിടെയാണ്. വൈഫിന്റെ പേര് അശ്വതി എന്നാണ്. അച്ചു എന്ന് വിളിക്കും. അശ്വതി അച്ചു ഫേസ്ബുക്ക്. 2 മക്കളാണ്. മൂത്ത ആൾക്ക് 9 വയസ്സാവുന്നു. ഈ 26-ാം തീയതി ബർത്ത്ഡേ ആണ്. 9ാമത്തെ കാശിനാഥൻ എന്നാണ് പേര്. 2ാമത്തെ ആള് 4 വയസ്സാവണു. ബദ്രിനാഥൻ എന്നാണ് പേര്. അടിപൊളി പേരുകളാണല്ലോ 2. എന്റെ കൊച്ചിനൊരു വിശ്വാസം നിങ്ങൾ 3 പേരും. 26-ാം തീയതി കാശിനാഥ. അപ്പൊ 26-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോന് ഞങ്ങളുടെ 3 പേരുടെ വക അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പം നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. എന്തായാലും ഇത് തുടക്കത്തിൽ നല്ല ആംബിയൻസ് ഉള്ളൊരു വിഷ്വലായിരുന്നു. മൊത്തത്തിലൊരു ഉത്സവവും ആനയുടെ ഫ്ലെക്സും അനക്കവും ഒക്കെ കൂടി ഒരു ഉത്സവ പറമ്പിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആ സാധനം ആ അമിട്ട് സ്പെഷ്യലായിട്ട് പൊട്ടിക്കാനുള്ളതാണ്. ആ സാധനം ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് വൈറ്റ് ഇട്ട ഒരാൾ വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ മേളിൽ കയറാനുള്ളതാണ്, അത് കറക്കാനുള്ളതാണെന്നൊരു മുൻവിധി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റണ്ണിങ് ഓട്ടം, അതായത് ആ സ്കിറ്റിലേക്കുള്ള വഴികൾ നല്ല രസമായിരുന്നു, നല്ല ഫ്ലോ ആയിരുന്നു. എല്ലാം കൊണ്ട് തൃപ്തികരമായൊരു സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്തു പറയുന്നത് കൗണ്ടറുകളെല്ലാം നന്നായിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ ഫ്ലെക്സ് ആണെങ്കിൽ വെച്ച് പിന്നെ ഒരു സാധനം മാത്രമാണ് ഫ്ലെക്സിലെ സാധനം പ്രദീപ് പറഞ്ഞോളൂ, അത് രജിസ്റ്റർ ആയില്ല. പക്ഷെ ബാക്കി എല്ലാ കൗണ്ടറുകളും ഞാൻ പ്രദീപ് പറഞ്ഞ ഒരു സാധനം പിടിവിട്ടു പോയി കേട്ടോ. അതായത് ആനയ്ക്ക് മതകളെ കഴിയുമ്പോൾ മറ്റേ കമ്പെടുത്ത് ഇടത്തെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് നമ്മൾ വിഷ്വലി കാര്യം അങ്ങനെ ഒരു സാധനം ഒരു കൗണ്ടർ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ രക്ഷപ്പെടുന്ന ചിലപ്പം ആന കിട്ടാതെ വളഞ്ഞു ഓടുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കൗണ്ടറുകൾ പ്രതീക്ഷിക്കാത്ത കുറേ കൗണ്ടറുകൾ, അത് പ്രസാദിൻ്റെ ആണെങ്കിലും അതെ മനു ആണെങ്കിലും അതെ, നല്ല രസമുള്ള പാക്കേജ് ആയിരുന്നു കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് ഡീസൻ്റായിട്ട് പ്ലേ ചെയ്തു. ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിരുന്നു, നല്ല കണ്ടിരിക്കാൻ നല്ല സുഖമുള്ള എല്ലാ പ്ലേയും വർക്കൗട്ടായി എന്നുള്ളതാണ് കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഞാനിവർക്കൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. ഞാനൊരു 15,000 രൂപ. ടോട്ടൽ 30,000 രൂപ. ടോട്ടൽ എമൗണ്ട് എൻഡിലാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഇവരെ. നല്ലതായിട്ട് ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, അതിനെല്ലാം കൂട്ടിയിട്ട് താഴെ കിടക്കും.
ഓക്കെ, തിരിച്ചു വന്നപ്പോ നല്ലൊരു എമൗണ്ട് അക്കൗണ്ടിൽ കയറുകയും ചെയ്തു. ഇതൊക്കെ ഡ്രൈ ക്ലീനിങ് കൊടുത്ത് അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് ഗംഭീര സ്കിറ്റ് കേട്ടോ. ചേട്ടാ താങ്ക് യു. ചേട്ടാ താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായി. ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു, ഹാപ്പിയായി. മരുത് റോഡ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേനയിലെ എല്ലാവർക്കും നമ്മൾ നല്ല കൈഡി കൊടുക്കണം. അപ്പൊ ഈ സപ്പോർട്ടും ഈ കൈഡിയും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണം. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഓക്കെ, ഒരുപാട് ചിരിക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.